ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വെന്യൂ. അപ്പോൾ ഇന്ന് കോട്ടൺ കോട്ട് സെറ്റ് ആണ് കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ കുറച്ച് അവൈലബിൾ ആയിട്ടുള്ള അജ്രക്കിലെയും ഇൻഡിഗോ അതിൻ്റെയൊക്കെ കുറച്ച് ഇത് കാണിച്ചു തരാം. കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോ ക്ലിയർ അല്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉള്ള സൈസസ് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വെയർ ചെയ്തേക്കുന്ന ഇത് ഒരു ബ്ലാക്ക് കളറിൽ ഇതുപോലെ നല്ല അത്യാവശ്യം തിക്നെസ് ഉള്ള കോട്ടൺ ആണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ സ്ലിറ്റിലോട്ട് ചെയ്തത്. ഏലയും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തായിരുന്നു. അപ്പം ഇത് ഈ ഒരു പാറ്റേണിൽ ഷർട്ട് കോളർ വിത്ത് ഒരു വി കട്ടിങ് കൊടുത്തിട്ട് ചെയ്തിട്ടുണ്ട്. സിമ്പിളായിട്ട് നമുക്കിപ്പം ടോപ്പും ബോട്ടും സെയിം തന്നെ ഫാബ്രിക് യൂസ് ചെയ്തിട്ടുള്ള ഒരു കോട്ട് സെറ്റ് ആണ്. ഒരു പെലാസോ, സെമി പെലാസോ ബോട്ടം ആണ് യൂസ് ചെയ്തേക്കുന്നത്. ടോപ്പ് പ്ലസ് ബോട്ടം നല്ല അടിപൊളി ജെറ്റ് ബ്ലാക്ക് കളറിലോട്ട് വൈറ്റ് ഈ ഒരു കോമ്പിനേഷൻ വരുന്നത്. അപ്പം ഇത് ടോപ്പ് ബോട്ടം ആണ്. ഒരു പിങ്ക് ഷർട്ട് കോളറിലോട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ തന്നെ ഒരു ബോട്ടം ഇതേപോലെ ഈ ഒരു പലാസോ ബോട്ടം നമ്മൾ പെയർ ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇത് നല്ല സെമി പലാസോ ബോട്ടം ടോപ്പും ഇതുപോലെ നല്ല ഭംഗിയായിട്ട് ഇത് വെയർ ചെയ്യുമ്പം ഇതുപോലെ ഒരു ടോപ്പും ബോട്ടവും പെയർ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് അപ്പോൾ ഇത് ഞാൻ വേറെ ഇത് കാണിക്കുന്നതിൽ നമുക്ക് അത്ര മെറ്റീരിയൽസ് ഇല്ല കേട്ടോ. ഇനി അതിൻ്റെ തന്നെ ഒരു എ ലൈനിലോട്ടും ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എ ലൈൻ വിത്ത് ഇത് സെൻറ്ററിൽ ഒരു കട്ടിങ് വന്നിട്ട് സ്ട്രെയിറ്റ് വി വെച്ചിട്ട് എ ലൈനിലോട്ട് ഇതുപോലെ. അപ്പം നമുക്ക് ഇതിനൊരു വൈറ്റ് ബോട്ടൊക്കെ പെയർ ചെയ്താലും മതി. സെയിം ടോൺ തന്നെ കുറച്ച് പോർഷനിലേ കാണുള്ളൂ. അപ്പം ഇതുപോലെ സെൻറ്ററിൽ സോഫ്റ്റ് ബോൾസ് ഒക്കെ വെച്ചിട്ട് ക്ലോത്ത് ബട്ട് സോഫ്റ്റ് ബോൾസ് വെച്ചിട്ടുണ്ട്. സെൻട്രൽ കട്ടിങ് വെച്ചിട്ട് നല്ല അടിപൊളി നല്ലൊരു ഫാബ്രിക് ആണ് കേട്ടോ. നല്ല ഭംഗിയാണ്. നമുക്കൊരു ഇത് ഇടുമ്പോൾ തന്നെ ഒരു ബ്രൈറ്റ്നെസ് ഫീൽ ചെയ്യും. കുറച്ചും കൂടെ പ്രിന്റ് ഡിഫറെൻ്റ് ആയിട്ട് ഇതാ അത് ഈ ഒരു പ്രിന്റ് സെയിം തന്നെയാണ്. ചെറിയ ഒരു പ്രിന്റിൽ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഇത് കുറച്ച് വലിയ ഫ്ലവേഴ്സ് ആയിട്ട് നല്ല ഭംഗി ചെയ്ത് അതിനെക്കാട്ടിലും ഭംഗി ഇതാണ്. നല്ല ഇതുപോലെ സെൻട്രൽ ക്ലോത്ത് ബട്ടൺ ഒക്കെ വെച്ചിട്ട് നല്ല സോഫ്റ്റ് ബോൾസ് വെച്ചിട്ട് ഇതാ ഈ ഒരു പാറ്റേൺ എ ലൈൻ വിത്ത് സെൻട്രൽ സ്ലിറ്റ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഷർട്ട് കോളർ വിത്ത് ടോപ്പ് ബോട്ടമായിട്ട് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ ഇത് ചെയ്ത പാറ്റേൺ കാണിച്ചു തന്നേ ഉള്ളൂ. ഇത് വേണമെങ്കിൽ ടോപ്പും ബോട്ടുമായിട്ട് ഷർട്ട് കോളർ ഈ പാറ്റേണിലോട്ട് തന്നെ ഇപ്പൊ ഞാൻ കാണിച്ച പ്രിന്റ് വേണമെങ്കിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് കാണിച്ചു തരാം. ഇതുപോലെ ഇത് ഇൻഡിഗോ ആണ്. ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചായിരുന്നു. ഇതിന്റെ പ്രിന്റ് ഒന്നും കൂടെ അവൈലബിൾ. ഈ ഒരു ഇൻഡിഗോ ഇതാണ് കളർ ബ്ലീഡ് ഉണ്ടാകും. ഞാൻ പറഞ്ഞു സെപ്പറേറ്റ് വാഷ് ചെയ്യണം എപ്പോഴും. നാച്ചുറൽ ഡൈല് വരുന്ന ഇതാണ് ഇതിന്റെ പ്രിന്റ് വരുന്നതാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് മാത്രം നമുക്ക് ഡിഫറൻസ് ഉണ്ടാവും. ബാക്കി മേലോട്ടൊക്കെ സെയിം. ഈ ഒരു യോക്ക് നെക്ക് പാറ്റേൺ എല്ലാം സെയിം. നെക്കെല്ലാം സെയിം. താഴോട്ടുള്ള പ്രിന്റ് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. ഞാൻ പറഞ്ഞ പോലെ കളർ ബ്ലീഡ് ഉണ്ടാവും. സെപ്പറേറ്റ് വാഷ് ചെയ്യണം. ഇൻഡിഗോ പ്യുവർ നാച്ചുറൽ ഡൈൽ വരുന്നതാണ് കേട്ടോ. അപ്പം ഇതിന്റെ താഴോട്ടുള്ള ഡിസൈൻ ഇതുപോലെ ഈ ട്രീയുടെ ഡിസൈൻ വരുന്നത് സെക്കൻഡ് വൺ. ഇതുപോലെ താഴോട്ട് ഈ ഒരു സെയിം തന്നെ പാറ്റേൺ എല്ലാം സെയിം തന്നെ. ഈ ഒരു നല്ല വലിയ പ്രിന്റ് വരുന്ന നല്ല അടിപൊളിയാണ്. ഇത് അതിന്റെ തന്നെ പ്ലെയിൻ ആയിട്ട്, ഇനി പ്ലീറ്റ്സ് ഒന്നും ഇഷ്ടമല്ല എന്നുള്ളവർക്ക് ഇതുപോലെ പ്ലെയിൻ ആയിട്ട് ഇതേപോലെ വരുന്ന ഒരു വീനൊക്കെ വിത്ത് സെൻട്രൽ ഒരു പീസ് ഒക്കെ വെച്ചിട്ട് ഈ ഒരു പാറ്റേൺ എ ലൈനിലോട്ട് വരുന്നുണ്ട്. ഇതിന്റെ തന്നെ സെയിം പ്രിന്റിൽ വരുന്ന ഈ ഒരു പാറ്റേൺ ഓണിയൻ ഷെയ്ഡിലോട്ട് ഇൻവേർട്ടഡ് പ്ലീറ്റ് ഒക്കെ വെച്ചിട്ട് ഇതേപോലെ നല്ല വീനൊക്കെ ഒക്കെ വെച്ചിട്ട് ഇതിനകത്ത് കാണുന്ന ഇത് പ്രിന്റ് അല്ല കേട്ടോ. ഒരു ബൂട്ടാസ് വീവിങ് വരുന്നതാണ് കേട്ടോ. നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. ഇതുപോലെ ഇത് ഒരു ഷെയ്ഡ്, ഇതിന്റെ ഒരു പിങ്ക് ഷെയ്ഡും കൂടി ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇന്നത്തെ ചെയ്തിട്ട് എ ലൈൻ. ഇനി ഇതിനാകുമ്പോൾ നമുക്ക് സെയിം ടോൺ തന്നെ ബോട്ടം വേണമെന്നില്ല. ബ്ലാക്ക് ബോട്ടം വെയർ ചെയ്താലും മതി. അപ്പം ഇതാണ് അതിന്റെ ഈ ഒരു പ്രിന്റ് വരുന്നത് ഇതുപോലെ. ഓക്കെ, ഒരു ലൈറ്റ് പീച്ച് ഷെയ്ഡ് വരുന്നുണ്ട്. നേരത്തെ കാണിച്ച ഓണിയൻ ഷെയ്ഡാണ്. നല്ല അടിപൊളിയായിട്ട് ഷിപ്പിംഗ് ഫ്രീ ആയിട്ടാണ് ഇന്ന് ചെയ്യുന്നത്. ഇതുപോലെ അല്ലാത്ത ദിവസം വരുമ്പോൾ ഷിപ്പിംഗ് വരും കേട്ടോ. വീനൊക്കെ ഒക്കെ വെച്ചിട്ട് നല്ലൊരു ഫാബ്രിക് ആണ്. ഇതുപോലെയാണ് അതിന്റെ ലുക്ക് വരുന്നത്. ഇതാ അജ്രക്കിന്റെ എ ലൈൻ ആണ് നമ്മൾ ഈ പ്രാവശ്യം ചെയ്തേക്കുന്നത്. ഇതൊരു ഒറ്റ പീസേ ഉള്ളൂ കേട്ടോ. അജ്രക്ക് എ ലൈൻ ഇതേപോലെ ഈ ഒരു പ്രിന്റ് നല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡിലേക്കാണ് ഈ പ്രാവശ്യം വന്നേക്കുന്നത്. അതിനകത്തോട്ട് പ്യുവർ ഒറിജിനൽ അജ്രക്ക് എ ലൈൻ പാറ്റേണിലോട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ നല്ലൊരു പ്രിന്റ് ആണ്. ഇത് ഒത്തിരി നമ്മൾ ബുക്കിംഗ് എടുത്തതായിരുന്നു. ഈ ക്ലോസ് നെക്ക് വെച്ചിട്ട് നെക്ക് പാറ്റേണിലോട്ട് ഇതുപോലെ ഒരു ഡിസൈനാണ് വരുന്നത്. ക്ലോസ് നെക്ക് വിത്ത് വി കട്ടിങ് വെച്ചിട്ട് ഈ ഒരു നെക്ക് തന്നെയാണ് കേട്ടോ. ഇതുപോലത്തെ നെക്ക് തന്നെ. എന്നിട്ട് ഇതാണ് അതിന്റെ പ്രിന്റ് വരുന്നത്. ദൂരെ നിന്ന് കാണുമ്പോൾ നമുക്ക് ഈ ഒരു വലിയ പ്രിന്റ് മാത്രമേ വിസിബിൾ ആവുള്ളൂ. അതുകൊണ്ടാണ് ഞാനിത് ക്ലോസ് ആയിട്ട് കാണിച്ചു തന്നെ. ഇതുപോലെ ഉണ്ടാവും. ഈ പറയും കോസ്റ്റ്ലി മെറ്റീരിയൽ ആണ്. അജ്രക്കും ഹക്കോബയും കൂടി വരുന്നത് കൊണ്ട് തന്നെ നല്ല കോസ്റ്റ് ആണ്. 2450 ആയിരുന്നു റേറ്റ്. അപ്പം ഇന്നത്തെ ദിവസം നാളത്തേക്കും ഈ ഒരു ദിവസത്തേക്ക് മാത്രം നമ്മൾ 2250 പ്ലസ് ഫ്രീ ഷിപ്പിംഗ് ഇട്ടിട്ടുണ്ട്. ഇതാണ് അതിന്റെ പ്രിന്റ് വരുന്നത് കണ്ടോ. അജ്രക്കും ഹക്കോബയും കൂടി. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന് വിത്ത് ലൈനിങ് ആണ് ചെയ്തേക്കുന്നത്. വിത്ത് നമ്മൾ ക്വാളിറ്റി ഉള്ള ലൈനിങ് തന്നെയാണ് ഇതിനകത്ത് ഇട്ടേക്കുന്നത്. ഈ ഒരു പാറ്റേൺ ആയിട്ടുള്ള വീനെക്ക് ഈ ഒരു പാറ്റേൺ എ ലൈൻ പാറ്റേണിലോട്ട് ഇതും ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഉണ്ടാവും. ഓക്കെ, ഇത് പിന്നെ ഇതിന്റെ കൂടെ ഫ്രീ ഷിപ്പിംഗ് ആയിട്ട് കാണിക്കുന്നതല്ലാതെ ഇതിന്റെ ബ്ലൂ നമുക്ക് അടിപൊളിയായിരുന്നു. അത് നമുക്ക് മൊത്തം ബുക്കിംഗ് ആയിട്ടുണ്ട്. ഇതുപോലെ നല്ലൊരു ഗ്രീൻ കളർ. ആ ഷൈനിങ് മെറ്റീരിയലിൽ വരുമ്പോൾ തന്നെ ഭയങ്കര ഭംഗിയാണ്. ക്ലോസ് ആയിട്ട് വരുമ്പോൾ ചിലപ്പോൾ അതിന്റെ വേരിയേഷൻ ഉണ്ടാവും കളർ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. നല്ല അടിപൊളി ഇൻവേർട്ടഡ് പീറ്റ് വെച്ചിട്ട് സ്കാലപ്പ് നെക്കൊക്കെ വെച്ചിട്ട് നല്ല കോട്ടണിൽ നല്ല ബെസ്റ്റ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ്.